ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി സയനോര ഫിലിപ്പാണ്. അത് ശരി, ഇപ്പോൾ മികച്ച ഭാവിയിലേക്ക് വരാം. ഇപ്പോൾ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ട സയനോര നമുക്കൊപ്പം ചേരും. സയനോര, കൺഗ്രാചുലേഷൻസ് ആദ്യം തന്നെ. എങ്ങനെയാണ്, എന്താണ് പറയാനുള്ളത്? ഈ സന്തോഷം ഞങ്ങളുമായിട്ട് എങ്ങനെ പങ്കുവെക്കുന്നു? സന്തോഷം എന്ന് പറയുന്ന ഒരു ഇമോഷൻ എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് സത്യത്തിൽ അറിഞ്ഞൂടാ. ഒരു പാട്ട് പാടി എക്സ്പ്രസ് ചെയ്താലോ? അയ്യോ, എവിടെയാണ് ഉള്ളത്? ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലപ്പാ, ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല ഇന്നാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നതെന്നൊന്നും. ഞാൻ ആക്ച്വലി എന്റെ മോളെ കൂട്ടാൻ വേണ്ടി വണ്ടിയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഭാഗ്യ ചേച്ചി വിളിച്ചു, പെട്ടെന്ന് TV വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരുത്തരെ തിരുത്തര വിളിക്കാൻ തുടങ്ങി. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ആ ഒരു ഈവൽ വിച്ചിന്റെ ക്യാരക്ടറാണ്. അതിന്റെ അകത്ത് ആക്ച്വലി എന്ത് ടോണാണ് വേണ്ടത് എന്നുള്ളത് ആദ്യമേ ഒന്ന് നോക്കി തന്നെയാണ് ഫിക്സ് ചെയ്തത്. അപ്പോ അത് അങ്ങനെ അവർക്ക് അവരുടെ മുഖത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ അത് 2 ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗാമ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ വരുന്ന വില്ലൻ ക്യാരക്ടറും ഉണ്ട്, പിന്നെ ഈ ഈവൽ വിച്ചിന്റെ ക്യാരക്ടറുമാണ് ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ സ്റ്റേറ്റ് അവാർഡ് ഡബ്ബിങ്ങിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷമാണ്. അതും ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഒരാൾ വിളിച്ചു പറയുന്നു അല്ലേ? അതെ 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 അതെ. ഇത് ചെയ്തപ്പോ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ നേരത്തെ? ഇല്ലപ്പാ, അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ പോയി ആ ക്യാരക്ടർ കണ്ടു, അത് ചെയ്തു, അങ്ങനെ അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡബ്ബിങ് അത്ര എളുപ്പപ്പണിയല്ല അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് ഡബ്ബിങ്. അതായത് നമ്മള് ബേസിക്കലി പാട്ടിലൂടെ ഇമോഷൻസ് ഇമോട്ട് ചെയ്യണ ആൾക്കാരായതുകൊണ്ട് തന്നെ ഡയലോഗ്സിൽ കൂടെയും ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാധനം അറിഞ്ഞു വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ലോകയിലും കല്യാണിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്, ഓടും കുതിര ചാടും കുതിര. അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊരു വോയിസ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു പുതിയ മേഖല തുറന്ന് കിട്ടുന്നത് പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഡബിങ്. ശരി ശരി, വളരെയധികം നന്ദി. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇപ്പോൾ